മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു. 2 വാഹനങ്ങളുടെ മുകളിലേക്കാണ് കല്ലും മണ്ണും പതിച്ചത്. സമീർ ബിൻ കരീം ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, അവിടെ എത്തുമ്പോഴുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? നാട്ടുകാർ എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നു? സമീർ. ഉന്മേഷ്, ദേശീയപാത 66 മലപ്പുറം ജില്ലയിലെ കൂരിയാടാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പ്രധാന റോഡും അതോടൊപ്പം തന്നെ സർവീസ് റോഡും ഒരു ഭാഗത്തേക്ക് ഇടിഞ്ഞ് വീണ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. 3 കാറുകളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 2 വാഹനങ്ങൾ നിലവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ അപകട സ്ഥലത്ത് നിന്നും മാറ്റിയിരിക്കുകയാണ്. ഒരു കാർ നിലവിൽ ഈ അപകടം നടന്ന ഭാഗത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന കമ്പനി ഒരു JCB ഇതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മറ്റുള്ള ഇടങ്ങളിലൊക്കെ തന്നെ റോഡിന് വിള്ളൽ വീണൊരു സാഹചര്യമുണ്ട്. പ്രധാന റോഡ് വലിയ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ആ റോഡ് താഴോട്ട് ഇടിയുമോ എന്ന്, കൂടുതൽ ഭാഗം ഇടിയുമോ എന്നുള്ളൊരു ആശങ്കയും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൂരിയാട് മേഖലയിൽ ദേശീയപാത കടന്നു പോകുന്ന ഇടം എന്നുള്ളത് ഒരു പാടശേഖരമാണ്. പാടശേഖരത്തെ മണ്ണിട്ട് ഉയർത്തി ആണ് ഇവിടെ ഈ പ്രധാനമായ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഈ ശക്തമായ മഴയ്ക്കിടയിൽ ഈ പാടത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഈ റോഡ് ഇടിഞ്ഞു താന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ നാട്ടുകാരൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അതായത് ഉച്ചയ്ക്ക് ശേഷം ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ ഭാഗത്ത് മണ്ണടിയിലേക്ക് താഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പം തന്നെ മുകളിൽ നിന്നും ആ കട്ടകളോടുകൂടി ഇങ്ങോട്ട് ഇടിഞ്ഞു വീഴുകയും ചെയ്തു. 3 വാഹനങ്ങളാണ് അതിനടിയിൽപ്പെട്ടത്. JCB ഏകദേശം പൂർണ്ണമായും ആ ഗ്യാപ്പിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ഒരു കൺവേർട്ട് ഉണ്ട്. ആ കൺവേർട്ടിൻ്റെ അവിടെ വേണ്ടത്ര മണ്ണ് ഫില്ല് ചെയ്യാതെ ഇത്തരത്തിൽ 10 ഹാളിലധികം ഹൈറ്റിലാണ് ഈ മതിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇപ്പോൾ ഈ റോഡ് മൊത്തം പൊട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞങ്ങൾ വരുമ്പോൾ ഏകദേശം ഒരു 3 മീറ്ററേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ ഏകദേശം 10 മീറ്ററോളായി. അതുപോലെ തന്നെ ഈ കോൺക്രീറ്റിൻ്റെ ഈ ജർമ്മൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മിച്ച ഇതിൻ്റെ ലോക്കൊക്കെ പൊട്ടിയ ഒരു അവസ്ഥ ഉണ്ട്. ഏത് സമയവും ഇനിയൊരു മഴയും കൂടി വന്നാൽ പൂർണ്ണമായും നിലത്തേക്ക് വീഴുമോ എന്നുള്ള ആശങ്കയിലാണ് ഇവിടെ ജനങ്ങളുള്ളത്, യാത്രക്കാരൊക്കെ. ഇപ്പോൾ ഒരു ഭാഗത്ത് ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. പൂർണ്ണമായും ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചമ്മാട്ടൂടെ വാഹനങ്ങൾ തിരിച്ചു വിടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സർവീസ് റോഡ് വേങ്ങര വഴി കുരിയാട് വഴി അങ്ങനെയൊക്കെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, കോഴിക്കോട് ഭാഗത്തു നിന്നും ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഈ സർവീസ് റോഡും പ്രധാന റോഡുമാണ് ഈ ഇടിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചമ്മാട്, VK-പടി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ടേൺ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. എന്നാൽ തൃശ്ശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡിന് ഗതാഗത തടസ്സം നിലവിൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ DYSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഇതിലേറ്റവും ആശ്വാസകരമായ കാര്യം എന്നുള്ളത്, നമ്മൾ കാണുമ്പോൾ ഒരു ഭീകരമായ ഒരു അപകടത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും ഒരാൾക്കും അപകടം സംഭവിച്ചില്ല, ആളപായമില്ല എന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു കാര്യം മാത്രമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. പക്ഷേ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് നിലവിലെ സാഹചര്യത്തിൽ. കാരണം ഈ പലയിടങ്ങളിലും റോഡിന് വിള്ളൽ വീണ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു പക്ഷേ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികൃതർ ഇവിടെ എത്തി ഈ റോഡ് ഒരു ഭാഗം പൂർണ്ണമായും ഗതാഗതം ഒഴിവാക്കി ഈ ആളുകളെയൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടാതെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് പോലീസ് എത്തി, DYSP ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തി പരിശോധന നടത്തുകയാണ്. ആളുകളൊക്കെ തന്നെ ഒരു ഭാഗത്തേക്ക് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഉന്മേഷ്.